ഹായ്, ചക്രു സ്റ്റോറീസിൻ്റെ 103ാമത് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറബിക്കടലിൻ്റെ റാണിയെക്കുറിച്ചാണ്. അതെ, നമ്മുടെ എല്ലാവരുടെയും കൊച്ചിയെക്കുറിച്ച്, കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനെ കുറിച്ച്. ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പുതുതായി ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നറിയാം. എന്നാലും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന എന്തോ ഒരു ആകർഷണീയത ഈ മറൈൻ ഡ്രൈവിന് ഉണ്ടെന്നുള്ള ഒറ്റ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഈ ചാനലും വിഷയവും പുതിയതായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന വൻ യാത്രാ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാനാവും. ഇന്ത്യയുടെ തെക്ക് വടക്ക് നമ്മളൊരു തേരോട്ടം നടത്താൻ പോവുകയാണേ. മറൈൻ ഡ്രൈവ് എവിടെ, എങ്ങനെ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. കായലുകൾക്ക് അഭിമുഖമായിട്ടാണ് മറൈൻ ഡ്രൈവ് നിർമ്മിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നടപ്പാത രാജേന്ദ്ര മൈതാനം വരെ നീളുന്ന ഭാഗത്താണ് മറൈൻ ഡ്രൈവ് ഉൾപ്പെടുന്നത്. ഈ നടപ്പാതയിൽ നിരവധി ബോട്ട് ജെട്ടികൾ നമ്മൾക്ക് കാണാവുന്നതാണ്. അതായത് ഉത്തമ, വടക്ക് ജങ്കാർ ജെട്ടി മുതൽ തെക്ക് എറണാകുളം ബോട്ട് ജെട്ടി വരെയാണ് മറൈൻ ഡ്രൈവ്. ഇത്രയ്ക്ക് പോപ്പുലറായി എന്നെ മനസ്സിലായടാ ജടത്തെണ്ടി എന്ന് മറൈൻ ഡ്രൈവ് നമ്മളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പറഞ്ഞുതരാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആ നടപ്പാതയ്ക്ക് 3 പാലങ്ങളുണ്ട്. കമാന ആകൃതി അഥവാ ആർച്ച് ആകൃതിയിലുള്ള റെയിൻബോ ബ്രിഡ്ജിനെ മഴവിൽ നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. ഇത് രാത്രിയിൽ കണ്ട എൻ്റെ ശിവനെ അടിപൊളിയാണ്. വെള്ളത്തിന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന വലയോട് സാമ്യമുള്ളതും തടാകത്തിൻ്റെ മുകളിലൂടെ സൂര്യാസ്തമയം കാണാനുള്ള നല്ലൊരു സ്ഥലമാണ്. ചൈനീസിൽ പറഞ്ഞാൽ ഫി ചാങ് പാങ്. പേടിക്കേണ്ട, സൂപ്പറാണെന്ന് പറഞ്ഞു. ഒരു കെട്ടുവള്ളം പോലെ കാണപ്പെടുന്ന പരമ്പരാഗത ഹൗസ് ബോട്ട് തടി കൊണ്ടുള്ള ഘടനയും മേൽക്കൂരയും ചെറിയ പൂന്തോട്ടവും ജലധാരയും പാലത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. ഇതാണ് ഹൗസ് ബോട്ട് ബ്രിഡ്ജ്. ഇതൊക്കെ കണ്ട കൊച്ചി പഴയ കൊച്ചിയാണ്. എന്നാൽ അങ്ങനെ അല്ലാട്ടാ. പിന്നെ ഇവിടേക്ക് എത്താൻ കണ്ട അലവലാദികളോടും ഉടുത്തൊരുങ്ങി നിൽക്കുന്ന പൂവാലെന്നോടും ചോദിക്കാൻ നിൽക്കാതെ മേനക ബസ് സ്റ്റാൻഡിൽ നിന്ന് 300 മീറ്ററും എറണാകുളം നോർത്തിൽ നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ അകലെയാണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ആരോട് ചോദിച്ചു പോകേണ്ട കാര്യമില്ലെന്ന്. കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ അച്ചിയും കൂട്ടിക്കൊണ്ട് വന്ന നിരവധി ഷോപ്പിംഗ് മാളുകളുള്ള സ്ഥലമാണെന്ന് നമ്മൾ ആണുങ്ങൾ മറക്കാൻ പാടില്ലട്ടാ. ഇതൊക്കെ പറയാൻ നീ ആരാടാ, കൊച്ചി രാജ മോയനാണോ എന്ന് ചോദിച്ചാൽ ഈ രാജകുമാരന് നിങ്ങളോട് ചിലത് സീരിയസ് ആയി പറയാനുണ്ട്. 1980കളിൽ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ GCDA മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറൈൻ ഡ്രൈവ് പദ്ധതി ആരംഭിച്ചു. കൊച്ചി കായലിലെ ഇപ്പോഴത്തെ മറൈൻ ഡ്രൈവിന് അവകാശപ്പെട്ട ഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു റോഡ് നിർമ്മിക്കാനായിരുന്നു GCDയുടെ പദ്ധതി. പക്ഷേ 1990കളിൽ തീരദേശ സംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കിയതിനാൽ ഇത് യാഥാർത്ഥ്യമായില്ല. പകരം മനോഹരമായ ഒരു നടപ്പാത വികസിപ്പിക്കുന്നതിലേക്കായി നയിച്ചു. മറൈൻ ഡ്രൈവ് എന്നാൽ കടൽ തീരത്ത് കൂടി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ സൗകര്യമുണ്ടാകും എന്നാണല്ലോ. പക്ഷേ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ വാഹനങ്ങൾ അനുവദനീയമല്ല. തികച്ചും പേരിന് വിരോധാഭാസം. ആര് സ്കിപ്പ് ചെയ്ത് പോലെ കുറച്ചുകൂടി ഇൻഫർമേഷൻ പറയാനുണ്ട്. കേരള രാഷ്ട്രീയ രംഗത്തെ പ്രധാന നാഴികക്കല്ലുകളെ അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ മീറ്റിങ്ങുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വേദിയായിരുന്നു ഇത്. 1982 AK ആൻ്റണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്നതിനുള്ള യോഗം നടന്നത് ഇവിടെ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ മനസ്സിലുള്ളത് കൂടി കുറച്ച് കേട്ടിട്ട് പോവാം. ചിലർ ചോദിക്കുമായിരിക്കും, നിനക്കെന്താടാ ഇത്രയും പറഞ്ഞത് പോരെ, ഒന്ന് കൊല വിളിക്കാതെ കാര്യം പറയണേ. അല്ല, വേറൊരു വരാം. ചിലർ ചോദിക്കുമായിരിക്കും, മുംബൈയിൽ തീരദേശ കമ്മിറ്റി എന്തായില്ലേ? കേരളം എപ്പോഴും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരുടെ നാടാണ്. ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ പ്രകൃതിയെ ഉപദ്രവിക്കാൻ കൂട്ടാക്കാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട്. പിന്നെ മറൈൻ ഡ്രൈവിൽ ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ ഒരു സായാഹ്നം അവിടേക്ക് ഒന്ന് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ചക്രു സ്റ്റോറി വീണ്ടും വരും വരെ വണക്കമപ്പാ.